നമസ്തേ. ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് പലരും ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്നൊരു സംശയമാണ്. കുട്ടികളും ചില മുതിർന്നവരും പ്രധാന കാര്യങ്ങളിൽ ചിലപ്പോൾ ഇടത് കൈ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ അമ്പലങ്ങളിൽ പ്രസാദം മേടിക്കുമ്പോഴാകാം, അതല്ലെങ്കിൽ മറ്റ് സ്റ്റേജുകളിൽ അഭിനന്ദനങ്ങളോ മറ്റ് പത്രങ്ങളോ അനുമോദനങ്ങളോ മേടിക്കുമ്പോഴാകാം ചിലർ ഇടത് കൈ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ ചിലരത് പറയും, നിങ്ങളത് ചെയ്യരുത്, വലത് കൈ കൊണ്ട് മേടിക്കൂ. അങ്ങനെയുള്ള ശാസനകളും നിർദ്ദേശങ്ങളുമൊക്കെ പലയിടത്തും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇത് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിങ്ങനെ വല്ല പ്രശ്നമുണ്ടോ, അതിൽ വല്ല അപാകതയുമുണ്ടോ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട്. ഈ അടുത്ത കാലത്തും അങ്ങനെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് ഈ ഒരു ചർച്ച. ഒരു നിർദ്ദേശം എന്ന് പറയാൻ തക്ക രീതിയിലല്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിനെ മനസ്സിലാക്കിയ രീതിയിൽ അതൊന്ന് പറയാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വലത് കൈ ആയിരിക്കില്ല വേറൊരാൾ ഉപയോഗിക്കുന്ന ഇടത് കൈ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ എൻ്റെ വലത് കൈ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാൾ ഇടത് കൈ കൊണ്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റേജിലോ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യങ്ങളിലോ അദ്ദേഹം സ്വീകരിക്കുന്നതോ കൊടുക്കുന്നതോ ചിലപ്പോൾ ഇടത് കൈ കൊണ്ട് ആയിരിക്കാം. ഞാനത് വലത് കൈ കൊണ്ടായിരിക്കാം എൻ്റെ വാക്കും എൻ്റെ രീതിയും. അപ്പോൾ അതങ്ങനെ ഒരു അമ്പലത്തിലോ തീർത്ഥമോ പ്രസാദമോ ഒക്കെ കിട്ടുമ്പോൾ ചില കുട്ടികൾ കാണിക്കുമ്പോഴും പലരും ശാസിക്കാറുണ്ട്, അങ്ങനെ ചെയ്യരുത് കുട്ടി, വലത് കൈ കാണിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു തെറ്റായ രീതിയൊന്നും അല്ല അത്. അതങ്ങനെ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ വലത് കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വലത് കൈ ആയിരിക്കില്ല, അടുത്ത ആൾ ഇടത് കൈ ആയിരിക്കും ശരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളത് തെറ്റായ ഒരു രീതിയും അതിനില്ല. അതങ്ങനെ ഒരു ദേവനിന്ദയോ ആ അനുമോദനം തരുന്ന ആളിനെ നിന്ദിക്കുന്ന രീതിയോ ഒന്നും അതിലില്ല. അങ്ങനെ ഒരു ഭയവും നമ്മളതിൽ വെക്കരുത്, അങ്ങനെ കുട്ടികളെ ശാസിക്കരുത്. അത് ഓരോ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന അവരുടെ ഓരോരുത്തരുടെ പരിശീലനമാണ്, അവരത് നിലനിർത്തിക്കൊണ്ടുവരുന്നത്. അതങ്ങനെ ചെയ്തോട്ടെ. ചില നാടുകളിലോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകളും ഇടത് കൈയാണ്. വലിയ രാജ്യങ്ങളിലുള്ള വലിയ വലിയ നേതാക്കന്മാർ ഇടത് കൈ കൊണ്ട് അനുമോദനങ്ങൾ കൊടുക്കുന്നത്, ട്രോഫികൾ കൊടുക്കുന്നത്, മംഗളപത്രങ്ങൾ കൊടുക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാം. അപ്പോൾ അതൊന്നും ഒരു അരാജകം വരുന്ന രീതിയിലോ ഒരു തെറ്റായ രീതിയിലോ ആരും പറയുന്നില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ വളർന്നു വരുന്ന ഈ പ്രാക്ടീസുകൾ അത് ഇടതോ വലതോ, ചില വലിയ വലിയ വിദ്വാൻമാരും എഴുത്തുകാരും ഒക്കെ ഇടത് കൈ ഉപയോഗിച്ച് എഴുതുന്നവരുണ്ട്, ശീലിക്കുന്നവരുണ്ട്. അതൊന്നും തെറ്റല്ല. അപ്പോൾ അത് നമ്മളൊരു സംശയകരമായിട്ടോ കുട്ടികളെ വഴക്ക് പറയുന്ന രീതിയിലോ നമ്മളതിനെ മാറ്റരുത്. അവരത് ഏത് രീതിയിലോ പ്രാക്ടീസ് ചെയ്തോട്ടെ. നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് അപ്പോഴാ ഒരു പ്രസാദമോ അല്ലെങ്കിൽ ഒരു മംഗളപത്രമോ ഒരു അനുമോദനമോ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു ഭക്തിയോ അല്ലെങ്കിൽ ഒരു എളിമയോ ബഹുമാനമോ അതാണ് പ്രധാനം. വലത് കൈ കൊണ്ട് മേടിച്ചു എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. ഇടത് കൈ ആയാലും വലത് കൈ ആയാലും നമ്മളത് സ്വീകരിക്കുന്ന നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു രീതിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അങ്ങനെ ഇടതും വലതും ദേവന്റെ മുന്നിലോ വലിയ സഭകളിലോ അങ്ങനെ ഒരു പ്രശ്നമായി ചിന്തിക്കരുത്. അതങ്ങനെ ഒരു രീതിയേ അല്ല. ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഇടതും വലതും അവർക്കത് ഉപയോഗിച്ചുകൊള്ളാം. അങ്ങനെ ഒരു ഇടത് കൈ പണ്ട് കാലങ്ങളിൽ പറഞ്ഞു വെച്ച് എനിക്ക് തോന്നുന്നത്, പണ്ട് ഇടത് കൈ കൊണ്ടാണ് നമ്മൾ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒരു ഇടത് കൈക്ക് അങ്ങനെ മോശമായ ഒരു രീതിയും എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനങ്ങനെ പലരോടും അതങ്ങനെ ചർച്ച ചെയ്ത് നോക്കിയിട്ടും എനിക്കങ്ങനെ എതിരായിട്ടുള്ള ഒരിതും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇടതും വലതും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ ഇരിക്കും. ദയവായി അങ്ങനെ ഒരു സംശയം വെച്ചുകൊണ്ട് കുട്ടികളെ ശാസിക്കരുത്. അവരേത് രീതിയിലും അവരുടെ മനോഗതിയാണ്, അത് എങ്ങനെ അവർ സ്വീകരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം. നന്ദി, നമസ്തേ.